മാനർമ ചാൻസിലേക്ക് സ്വാഗതം. കല്യാണി പ്രിയദർശൻ അതുപോലെ തന്നെ നസ്ലിൻ കപൂർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് ഇറങ്ങിയ സിനിമയാണ് ലോക ദ ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സിനിമ 13 ദിവസം കൊണ്ട് 200 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലയാള സിനിമ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 200 കോടി ക്ലബ്ബിൽ കയറുന്ന രണ്ടാമത്തെ ചിത്രമാണ് ലോക എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഈ സിനിമയാണെങ്കിൽ തമിഴ്നാടും അതുപോലെ തന്നെ പുറത്തോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഈ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ടോടുകൂടി നല്ല രീതിക്ക് ഇപ്പോഴും തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലൊക്കെ ആണെങ്കിൽ ടിക്കറ്റ് കിട്ടാനില്ല, അമ്മാതിരി ഓട്ടമാണ് ഈ ഒരു സിനിമ ഓടുന്നത്. ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലാഷ് ആയിരുന്നു. ഹൃദയപൂർവ്വത്തിനും നല്ല രീതിക്കത്തെ ഒരു കളക്ഷനും, പക്ഷേ ലോകയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരു 300 കോടിയിലൊക്കെ അടുത്തായിരിക്കും ചിലപ്പോൾ ഒരു ഫൈനലൊക്കെ വരാൻ സാധ്യതയുള്ളത്. കാരണം അത്രത്തോളം നല്ല രീതിക്കാണ് ഈ സിനിമയുടെ പെർഫോമൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വർഷം ഇറങ്ങിയതിൽ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു മലയാള സിനിമ തന്നെയാണ് നമ്മുടെ ലോക എന്ന് പറയുന്ന സിനിമ. പിന്നെ ഈ സിനിമയിലാണെങ്കിൽ പല ക്യാമിയോ റോളുകൾ നമ്മുടെ മലയാള സിനിമയിലെ മിക്ക ഒരു താരങ്ങളും ഒക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഈ സിനിമയുടെ ഇങ്ങനത്തെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എമ്പുരാൻ്റെയും ഒക്കെ ആ ഒരു ഫൈനൽ കളക്ഷനൊക്കെ തകർക്കാൻ സാധ്യതയുള്ളൊരു ചിത്രം തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമ ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ കുറച്ചും കൂടി ഒരു ഹൈ കൊടുത്തിരിക്കുന്ന രീതിക്കാണ് ഈ ഒരു സിനിമ പൊക്കോണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ 100 കോടി കയറുന്നത് ഭയങ്കര സംഭവമായിരുന്നു, പക്ഷേ ഇപ്പോൾ 200 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് വോക്കാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ. എന്തായാലും ഈ സിനിമ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു 300 കോടിക്ക് അടുത്തൊക്കെ ഈ ഒരു സിനിമയുടെ ഫൈനലിൽ വന്ന് നിൽക്കട്ടെ. അതേപോലെ തന്നെ ലേഡി ഒരു ഹീറോ ആയിട്ട് വന്നൊരു സിനിമയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കളക്ഷൻ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാകുന്നത്. അതും ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.